രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. അതിന് പോലീസിന്റെ കഴിവുകേട് ഞങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ പുറത്താക്കിയ ഒരാളെ അയാളെ എവിടെ പോയാലും കണ്ടുപിടിക്കേണ്ട പോലീസല്ലേ. അവനവന് കഴിവില്ലാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാൻ പിന്നെ പോലീസ് എന്താ അവിടെ? എന്താ പോലീസിന്റെ കാര്യം? അവർ പോയിട്ട് പിടിച്ചോട്ടെ. അപ്പോൾ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചാൽ പോലീസ് പിടിക്കാതിരിക്കുമോ? എവിടെയാണ് പിടിക്കേണ്ട പോലീസിന്റെ ചുമതല? അവനവന്റെ കഴിവുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ ഒരു പിന്തുണയും നൽകില്ല? അദ്ദേഹം പാർട്ടിയുടെ ആരുമല്ല. അതിനൊക്കെ ആര് വിലവെക്കുന്ന സൈബർ ആക്രമണത്തിൽ എന്നെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ആര് വൈദ്യ ഞാൻ നോക്കാറില്ല. അത് ഞാൻ പറയാം. ഈ സൈബർ ആക്രമണം നടത്തുന്നവര് സത്യം പറഞ്ഞാൽ ശുംഭന്മാരാണ്. നേരിട്ട് വരാൻ കഴിയില്ലാത്തവരാണ് സൈബർ ആക്രമണം നടത്തുക. ഈ സൈബർ ഏർപ്പാട് തന്നെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അതിനെതിരായിട്ടും ആക്ഷൻ എടുക്കേണ്ടതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറെ പൊക്കി. അത് മറ്റേ നിങ്ങൾ പറയുന്ന മറ്റേ വിദ്വാനല്ല, വേറൊരു വിദ്വാനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എന്താ സുപ്രീം കോടതിയിൽ ജാമ്യം കിട്ടിയത്? ഇവരെ പൊക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ പ്രവൃത്തികൾ ഭാവിയിൽ ചെയ്യാതിരിക്കാൻ നോക്കണം. ഏതായാലും ഈ സൈബർ ആക്രമണം ആര് നടത്തിയാലും ശരിയല്ല. നേരിട്ട് വിമർശിക്കുന്നതിന് പകരം ഇപ്പം ഞങ്ങളൊക്കെ പൊതുയോഗത്തിലൊക്കെ നേരിട്ട് വിമർശിക്കാറുണ്ട്. അതിൽ ഒരു സൈബറിൻ്റെ ആവശ്യം ഞങ്ങൾക്കൊന്നുമില്ല. ആരെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നതിന് ആര് വില വയ്ക്കാൻ? ചില സൈബറുകാരുടെ ഡയലോഗ് കേട്ടാൽ തോന്നും പീഡനം അവരുടെ അവകാശമാണ്. ആ കാര്യം മൈൻഡ് ചെയ്യുക, പോയി പണി നോക്കട്ടെ. അതെ, അത് ഞാൻ പറഞ്ഞത്. അവർക്ക് ബസ് തടയാം, എന്തും ചെയ്യാം, കല്ലെറിയാം. എന്നാൽ KSRTCയിലെ UDFകാർക്ക് സമരം ചെയ്യാൻ അവകാശമില്ല. അതൊക്കെ പിണറായി സത്യത്തിൻ്റെ ഭാഗമാണ്. ഈ കേസ് അതോടൊന്നും അവസാനിക്കുന്നില്ല. ഭാവിയിലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടോ? അത്രേ പറയുന്നുള്ളൂ.